ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലത്തെ ഒരു പെടാപ്പാടാണ് കേട്ടോ ഇത്. രാവിലെ എന്താ പറയുക, ചിലപ്പോൾ അയച്ച് വേഗം എണീക്കും, ചിലപ്പോൾ എൻ്റെ കൂടെ തന്നെ എണീക്കും. അതൊക്കെ ചിലപ്പോൾ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ 9:30 ബസ് വരും. അപ്പോൾ ഒരു 10 മണി 8:30 അങ്ങനെയൊക്കെ ആവട്ടെ എണീക്കുമ്പോൾ. അന്നേരം ചില സമയം ഭയങ്കര ഇടങ്ങാറാണ്, കരയൊക്കെ ചെയ്യും എഴുന്നേറ്റാൽ. എടുത്തിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ എന്താക്കി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തു കേട്ടോ. അപ്പോൾ ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ കണ്ട അവളെ ഓരോ കോപ്രായങ്ങളാണ്. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ചെയ്യാനും വീഡിയോയിൽ വരാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മോന് ഇങ്ങനെ ഇഷ്ടമില്ല. ഓനിക്ക് വലിയൊരു താല്പര്യമില്ല വീഡിയോനോടൊന്നും. പിന്നെ ഞാൻ നിർബന്ധിക്കുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് മാത്രം, ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പറയുന്നത് മാത്രം. അല്ലാതെ എനിക്ക് തീരെ താല്പര്യമില്ല ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിൽ വരുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നും എനിക്ക് ഒരു മടി പോലെയാണ് കാണുന്നത്. ഞാൻ കുറേ നോക്കി, പക്ഷേ ഒരു മടി പോലെ കാണുന്നത്. പക്ഷേ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ഇവള് സംസാരിക്കും കേട്ടോ. ഇവളിങ്ങനെ വീഡിയോയിൽ ഞാൻ എന്താണ് വോയിസ് കൊടുക്കുന്നതെല്ലാം കേട്ട് നിൽക്കും, എന്നിട്ട് അതുപോലെ തന്നെ ഇവളും പറയും. പിന്നെ എനിക്ക് രാവിലെ ഇങ്ങനെ ബേക്കറി കടി ഭയങ്കര തിന്നണം ഭയങ്കര ഇതാണ്. എനിക്ക് കടി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളെ എനിക്ക് തോന്നുന്ന അരിഭക്ഷണം കൊടുത്താൽ കഴിക്കും. പക്ഷേ ഞാനാണ് മെയിൻ. ഇങ്ങനെ എൻ്റെ തടി കാണുന്നില്ല, എൻ്റെ ബേക്കറി തിന്നിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും റിച്ച് മദ്രസ വിട്ട് വന്നു കേട്ടോ. മുട്ടി വളർന്നിട്ട് നോക്കാം, മദ്രസ വിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറയിൽ ഒന്ന് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നേ, ക്യാമറയിൽ കാണിച്ചപ്പോഴേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സത്യം പറഞ്ഞാൽ അരി ഒന്ന് വെള്ളത്തിലിടാൻ്റെ അടുത്ത് മറന്നു പോയതാണ് സംഭവം. ഞാൻ ഗ്രീൻ പീസ് കറിയും ദോശയാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ സംഭവം പാളിപ്പോയി. എൻ്റെ അടുത്ത് അരി വെള്ളത്തിലിടാൻ മറന്നു. പിന്നെ രാവിലെ നേരമില്ല, ഒന്നാമത് സമയമില്ല. അപ്പോൾ ഞാനെന്താക്കി, ഓനെ വിട്ടിട്ട് മാഗി വാങ്ങിപ്പിച്ചു കേട്ടോ. അപ്പോൾ മാഗിയിൽ ഇങ്ങനെ ഉള്ളി ഇങ്ങനത്തെ സംഭവങ്ങൾ ഇടുന്ന ഓൾക്ക് ഇഷ്ടമേ. ഞാൻ വിചാരിച്ചു എന്തൊന്നാലും വേണ്ടില്ല, ഇന്ന് ഇങ്ങനെ ആക്കാം, അങ്ങനെയെങ്കിലും കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ വെറും പ്ലെയിൻ മാഗി ഉണ്ടാക്കില്ല, അതാണ് ഇഷ്ടം അവർക്ക്. അപ്പോൾ രാവിലെ ചായയും ഒരു കേക്കും. ബേക്കറി കടി ഞാനിങ്ങനെ ഒഴിവാക്കണം. ഓരോ ദിവസവും ഞാൻ വിചാരിക്കും പിന്നെ എക്സസൈസ് ചെയ്യണം, പിന്നെ അങ്ങനെ ആക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ എന്താക്കുക, രാവിലെ ആയാലും മടി പിടിക്കും. എൻ്റെ തടി ഞാനിപ്പോൾ വീഡിയോയിൽ ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശരിക്കും എൻ്റെ തടി കാണുന്നത്. എന്നെ ഇങ്ങനെ ഓരോരുത്തർ എൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് എന്നെ കാണുമല്ലോ, അപ്പോൾ പറയലുണ്ട് ഇങ്ങനെ തടി കൂടി. ഇങ്ങനെയൊന്നുമല്ല, ഞാൻ 5 കിലോ ഒക്കെ എൻ്റെ കല്യാണ സമയത്ത് ഞാൻ ഉണ്ടായിട്ടുള്ളൂ. 45 കിലോ 45 ഇല്ലാന്ന് തോന്നുന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ പഴയ ഫോട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും, ഒരു പോസ്റ്റ് ആണ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെയാണ്, ഞാൻ അത്ര വലിയ തടിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു സൈസ് വീർത്തിട്ടുള്ളൊരു തടിയല്ലേ കാണുന്നത് തന്നെ. അത് വന്നിട്ട് ഞാൻ മാഗിയിൽ വേറെ മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുട്ടികൾക്കുള്ള ഈ മാഗിയിലെ പൊടി ഉണ്ടാവില്ലേ, അത് മാത്രം ഇട്ടിട്ട് ഒരു മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു മാഗി. എപ്പോഴെങ്കിലും നമ്മൾ മാഗി കൊടുത്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ല, നമ്മൾ ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഈ ജോലിക്കൊക്കെ പോകുന്നവരും പിന്നെ രണ്ടാം ഭർത്താവന്മാരൊക്കെ ജോലിക്ക് പോകുക. അപ്പോൾ പെട്ടെന്ന് മക്കൾക്ക് ആവാൻ വേണ്ടിയിട്ട് ഡെയിലി മാഗി പിന്നെ ചോക്കോസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഡെയിലി കൊടുക്കുന്നവരുണ്ടാവാം. എനിക്ക് തോന്നുന്നുണ്ടാവും, സമയക്കുറവും ജീവിത സാഹചര്യമൊക്കെ കൊണ്ടാവാം. അപ്പം ഞാനിങ്ങനെ ഡെയിലി കൊടുക്കില്ല. ആഴ്ചയിലൊരു 2 ദിവസം മാഗി കൊടുക്കും, പിന്നെ ഒരു 2 ദിവസം ബ്രെഡും പിന്നെ മുട്ടയാക്കിയിട്ട് അതും കൊടുക്കും. പിന്നെ ഞാൻ അരിഭക്ഷണം കൊടുക്കുള്ളൂ. അങ്ങനെ ഞാൻ 2 കുട്ടികൾക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊച്ചു ടി വി നേരെ വെളുത്തപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിന് അവിടെ അടിയാണ് ദിവസം രാവിലെ. എന്താ വെച്ചാൽ ടി വി ഇതാക്കൂല, ടി വി ഓഫാക്കൂല, അങ്ങനെയൊക്കെയാണ്. ബസ് അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഇവിടുന്ന് ഇറങ്ങുക. ചെരുപ്പിടൊക്കെ ഇവരപ്പം ചെയ്യാം. ഇത് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. എന്താ രാവിലെ ആയാലും ഇതന്നെ, രാവിലെ എന്താ പറയുക, മുടി ഇങ്ങനെ നനഞ്ഞത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇങ്ങനെ ഇതാക്കാൻ. പക്ഷെ മുടി കെട്ടിക്കൊടുക്കലുണ്ടല്ലോ, ചില സമയം നേരെ പറഞ്ഞാൽ നേരെ നിൽക്കും, ചില സമയം നിൽക്കുകയേ ഇല്ല. ഇങ്ങനെ ഓള് കളിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ പോകണം, അതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കണം. അപ്പോൾ ഞാൻ ഇത് വന്നിട്ട് 2 ഭാഗം കെട്ടിക്കൊടുക്കില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് നാടോടി നൃത്തത്തിന് പിന്നെ കെട്ടിക്കൊടുക്കൂലേ, നമ്മൾ സ്കൂളിലെ പരിപാടി നാടോടി നൃത്തത്തിന് ഒരു ഭാഗത്തേക്കല്ലേ കിട്ടുക മുടി കെട്ടുക. അപ്പോൾ എനിക്കത് തോന്നി കേട്ടോ. നമ്മൾ അടുത്തുള്ള വീട്ടിലാണ് പിന്നെ മോളെ കൊണ്ടുവിടുന്നത്. അപ്പോൾ ആ തൊട്ടപ്പുറം തന്നെ, അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമ്മൾ. അപ്പോൾ ഇവിടെ നിന്ന് 2-3 കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ ബസ് വന്നു, അവർ പോയതിന് ശേഷമുള്ള എൻ്റെ പണികളാണ് കേട്ടോ. കുറേ പണി ഉണ്ടാവും ഗൈസ്, കുറേ ഉണ്ടാവും. ഇങ്ങനെ തുണികൾ മെയിനായിട്ട് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഒരു തുണി എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു തുണിക്ക് ഞാൻ പരതി കഴിഞ്ഞാൽ അത് എടുക്കുമ്പോൾ ഞാൻ എന്താക്കും, അതിൻ്റെ കൂടെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് വലിച്ചിടും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് ആദ്യമേ ഉള്ളത് തന്നെയാണ്. ഇതെന്താ നിൽക്കറില്ല, എനിക്ക് അങ്ങനത്തെ പിന്നെ അടുത്ത സ്വഭാവം ഉണ്ടായി.
അങ്ങനെ അടിച്ചു വാരി കുറേ പണികളുണ്ടായി. അടിച്ചു വാരാനും കുറേ അവിടെ ഇവിടെയൊക്കെ വൃത്തിയാക്കാനും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി കേട്ടോ. പിന്നെ മഴയും കൂടി ആയത് കാരണം ഇങ്ങനെ കുട്ടികളെ ചവിട്ടി ചവിട്ടി കയറ്റും ഉള്ളിലേക്ക്, അങ്ങനെ കച്ചറയാത്തതൊക്കെ കയറ്റും കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായി ചെയ്യാൻ. പിന്നെന്താ, പിന്നെ വീട്ടിൽ ചോറും കറി ആക്കണം. ഉച്ചക്കേ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ റൂമുകളൊക്കെ ഇങ്ങനെ വലിച്ച് പറിച്ചിട്ടിട്ടുണ്ടായി. പിന്നെ നമ്മൾക്ക് വലിയ സൗകര്യം എന്ന് പറയുന്ന ഒരു അലമാരയേ ഉള്ളൂ. അപ്പോൾ ഈ അലമാരയിൽ എല്ലാവരുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊള്ളൂല. അപ്പോൾ അത് കാരണം ഞാൻ എന്താക്കുമോ, നമ്മളത് എൻ്റെതും ഭർത്താവിൻ്റെതും മാത്രം അലമാരയിലേക്ക്, കുട്ടികളത് ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ കിടന്നെടുത്ത് നമ്മൾ ഒരു കട്ടിലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ നിലത്ത് വിരിച്ചിട്ടാണ് കിടക്കുക. എല്ലാവർക്കും കൂടെ ഒരു സിംഗിൾ കട്ടിലല്ല, അപ്പോൾ എല്ലാവർക്കും കൂടെ ഡബിൾ കോട്ടിലാണ്, ഫാമിലിയല്ല. അപ്പോൾ ഡബിൾ കോട്ടിലാകുമ്പോൾ അങ്ങനെ കിടക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കിടക്കും. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വാടക വീടാണ് കേട്ടോ, നമ്മൾ സ്വന്തം വീടല്ല. ഏത് കാലത്ത് ഒരു വീടാവാമെന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് വർഷമായി, എൻ്റെ മോന് 2 വയസ്സുള്ളപ്പോൾ തൊട്ട് വാടക തൊട്ടോ താമസം. കുറേ അലക്കാനൊക്കെ ഉണ്ടായി. അപ്പോൾ അലക്കാനുള്ളതൊക്കെ വിളിച്ച് പറിച്ചിടുക കേട്ടോ. അലക്കാൻ എനിക്ക് തോന്നുന്ന ഭക്ഷണത്തിനേക്കാട്ടും കൂടുതൽ, അതായത് ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ തുണി അലക്കാനും തുണി ഇങ്ങനെ ഇതാക്കാനും മടക്കി വെക്കാനും തുണി ഇതാക്കാനും ഈ ഡ്രസ്സിൻ്റെ ഒരു കളിയാണ് എൻ്റെ ഒരു സ്വഭാവ രീതി. അത് എന്താ എനിക്കറിയില്ല. പിന്നെ അലക്കി വെച്ചത് കുറച്ച് ഉണക്കിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വിരിച്ചിടാന്ന്. അലക്കിയത് പറയാൻ ഇവിടെ പിന്നെ ഇങ്ങനെ മഴയായത് കാരണം പെട്ടെന്ന് ഉണങ്ങുമില്ല. നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ എപ്പോഴും മഴയായിരിക്കും, ഒരു സൈസ് ചീഞ്ഞ മഴ എന്നൊക്കെ പറയില്ലേ അത്. പിന്നെ തണുപ്പ് പറയണ്ട, എനക്കാണെങ്കിൽ തണുപ്പ് പറ്റുകയില്ല. തണുപ്പിൻ്റെ ഭയങ്കര ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇനിയിപ്പോൾ മഴയായാൽ എന്താ പറയുക, ഇങ്ങനെ വോയിസ് കൊടുക്കാനൊന്നും പറ്റുകയില്ല. വോയിസിന് എനിക്ക് ഇങ്ങനെ മൂക്കടഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായി കേട്ടോ. അതേപോലെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭർത്താവും ഞാൻ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ഇവിടെ പാത്രങ്ങൾ വലിച്ചിടാനും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും ഞാൻ തന്നെയാണ്. എന്നാലോ ഇതാണ് അവസ്ഥ. തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ പാത്രമൊക്കെ ഉള്ളതുകൊണ്ട് എന്താക്കും, കഴുകിയെടുക്കില്ല. കഴുകാനുള്ളത് ഇങ്ങനെ വീണ്ടും വലിച്ചിട്ടുകൊണ്ടേയിരിക്കും സ്റ്റാൻഡിന്മേൽ കുറേ പാത്രം കാണുമ്പോൾ. അങ്ങനത്തെ സ്വഭാവ രീതികളൊക്കെ എനിക്കുണ്ട്. അങ്ങനെ തണയൊക്കെ ഫുള്ള് ക്ലീനാക്കി വൃത്തിയാക്കി. ഇവിടെ ശരിക്കും പറഞ്ഞില്ലേ, മഴ എന്താ പറയണ്ട, പണി വേഗം കഴിയും. പക്ഷെ എൻ്റെ ഒരു ഇരുത്തം കൊണ്ട് ഒന്നും പണി കഴിയില്ല. അങ്ങനെ ഏകദേശം എല്ലാം ക്ലീനായിട്ടോ. പിന്നെ അടുക്കള വൃത്തിയാക്കാനുണ്ട്. അടുക്കള പിന്നെ കുറച്ച് വൃത്തിയാക്കാനുണ്ടാവും. അങ്ങനെ കുപ്പിയും പാത്രങ്ങളൊക്കെ എല്ലാം വൃത്തിക്ക് വെച്ച് പിന്നെ ഒന്ന് അടിച്ചു വാരി. പിന്നെ എന്താ പറയുക, ലാസ്റ്റ് ഞാൻ മുറ്റടിക്കുക. ചുമ വന്നിട്ട് വയ്യ. അങ്ങനെ ലാസ്റ്റാണ് കേട്ടോ ഞാൻ മുറ്റം വൃത്തിയാക്കറ്റു ലാസ്റ്റ്. കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് മുറ്റം കൂടി അടിച്ചു കഴിഞ്ഞാൽ മഴയത്ത് അടിച്ചാലും കുഴപ്പമില്ല. മുറ്റം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേഗം കുളിക്കാനൊക്കെ പോകാമല്ലോ. അത് കാരണം ഞാൻ എന്താക്കും, മുറ്റം ഏറ്റവും ലാസ്റ്റ് വൃത്തിയാക്കാം. മുറ്റത്ത് കുറേ വേസ്റ്റുകൾ, അതായത് ഇങ്ങനെ ഹരിതകർമ്മൻ്റെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കെല്ലാം എടുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് നല്ല ദേഷ്യം പിടിക്കും. പ്ലാസ്റ്റിക് കൊടുത്താലും ഒരു 50 രൂപ വേറെയും കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തൊക്കെ കുറേ പ്ലാസ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്തു. പിന്നെ വന്നിട്ട് അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം മുറ്റം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നെ അബദ്ധം പറ്റുന്നത്, ഈ അടിച്ച് വാരിയിട്ട് പൊടികളടക്കം ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോയിടും. പിന്നെ ഇത് തരേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രേ എടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുറേ എടുക്കുമ്പോൾ ഒന്നും സമയമില്ല. കുറേ വീഡിയോസ് ഭക്ഷണം ഉണ്ടാക്കുന്ന, ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന, രാത്രി. ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്, രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള രാത്രി കിടക്കുന്നവരെ ഒരു വീഡിയോ. പക്ഷെ ഇന്ന് വരെ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, സത്യം പറയാലോ. ഒന്നാമത് സമയവും ഇല്ല.